Hi my dear children, welcome to the next class. പിന്നെ നമ്മൾ ഡിസൊല്യൂഷനിൽ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കണം. അതുകൂടാതെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകും. ആ എക്സ്പെൻസിന് പറയുന്ന പേരാണ് റിയലൈസേഷൻ എക്സ്പെൻസ്. ഇപ്പം നമ്മുടെ ബിൽഡിംഗ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ കാണും. അതുപോലുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകൾ കാണും. അപ്പോൾ ആ എക്സ്പെൻസുകളെ എങ്ങനെയാണ് അതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അക്യൂമുലേറ്റഡ് റിസർവുകളും പ്രോഫിറ്റ് ലോസ് ഇവയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് അക്യൂമുലേറ്റഡ് റിസർവ്സ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്തിനാന്ന് വെച്ചാൽ അസറ്റ്സ് ഒക്കെ വിൽക്കാനും ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യാനുമല്ലേ. അപ്പോൾ അക്യൂമുലേറ്റഡ് റിസർവ് എന്ന് വെച്ചാൽ ഒരു റിസർവായി കുറച്ച് എമൗണ്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. നമുക്കറിയാം, ജനറൽ റിസർവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്, ഇങ്ങനെ കുറച്ച് റിസർവുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നില്ല. പകരം നമ്മളതെന്താണ് ചെയ്യുന്നത്? അത്തരം റിസർവുകളെ നമ്മുടെ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ എന്നാ, അത് നമ്മുടെ പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പം അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യണം? ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഈ അക്യൂമുലേറ്റഡ് റിസർവുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അല്ലാതെ ഇതൊന്നും നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അപ്പം ഈ കിടക്കുന്ന അവർ ഏത് റേഷ്യോയിൽ വേണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം. അതായത് ഇവിടെ കിടക്കുന്ന ഈ റിസർവുകളെല്ലാം പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും ഈ എൻട്രി വരുമ്പോൾ. മനസ്സിലായില്ലേ? അതായത് നോക്കിക്കേ, ഇതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് കിടക്കുന്ന ഐറ്റംസ് അല്ലേ, ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ ലയബിലിറ്റിക്ക് സാധാരണ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ടിനെയൊക്കെ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് കൊടുക്കുന്നു. അതാണ് ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിന് ഡെബിറ്റ്, ജനറൽ റിസർവിനൊക്കെ നമ്മൾ ഡെബിറ്റ് കൊടുത്തു. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ആയി. പിന്നെ ഇത് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണമെങ്കിൽ എങ്ങനെ വരണം? ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരണം. ഇപ്പോൾ ഏത് റേഷ്യോയിൽ വേണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. മനസ്സിലായില്ലേ? ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഓഫ് ലോൺ ഗിവൺ ബൈ ദി പാർട്ട്ണറാണ്. പാർട്ട്ണർ ഫേമിന് ലോൺ തന്നിട്ടുണ്ട് എങ്കിൽ ഈ ലോൺ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, അതായത് പുറത്തു നിന്നുള്ളത് മാത്രമാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുകയുള്ളൂ. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ പാർട്ട്ണർ നൽകിയ ലോൺ പാർട്ട്ണറിൻ്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. പാർട്ട്ണർ നമുക്ക് നൽകിയിട്ടുള്ള ലോൺ എന്ത് ചെയ്യണം? പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ഇതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുമല്ലോ. ലോൺ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഫെമിനെ സംബന്ധിച്ച് പാർട്ട്ണർക്ക് ഇത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലോൺ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ പാർട്ട്ണർ ലോൺ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ആ എമൗണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം.
അത്രേ ഉള്ളൂ. അപ്പം ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ലോണിനെ ക്ലോസ് ചെയ്ത് ആ എമൗണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പാർട്ട്ണറിനെ സംബന്ധിച്ച് പൈസ കിട്ടുന്ന കാര്യമാണ്. മുന്നമേ കൊടുത്ത പൈസയാണ്, പാർട്ട്ണർ ഫേമിലേക്ക് കൊടുത്ത പൈസയാണ്, അത് തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ പാർട്ട്ണറിന് അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റിലേക്ക് എഴുതുന്നു. ഇപ്പം ബാങ്ക് ആണെങ്കിൽ അതായത് ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് എന്നും, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്ന് എഴുതും. അപ്പം അല്ലെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് പറഞ്ഞത്. ഇനി അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസോ എന്തെങ്കിലും അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസസോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പം സാധാരണ ചെയ്യും പോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതായത് ലോസ് അക്കൗണ്ടുകളെല്ലാം എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ക്യാപിറ്റൽ അതായത് ലോസ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം പാർട്ട്ണറുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും കുറയണമല്ലോ. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ഈ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസിൻ്റെ അക്കൗണ്ടും അതുപോലെ P&L ഡെബിറ്റ് ബാലൻസും എന്ത് ചെയ്യണം, ക്രെഡിറ്റും ചെയ്യണം. ഇനി അടുത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്രൊമോഷണൽ എക്സ്പെൻസ് ഓഫ് എ ബിസിനസ്, ഇതൊക്കെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ അസറ്റ് അല്ല ഇവയൊന്നും, പക്ഷേ പ്രൊമോഷൻ വഴി എന്ത് ചെയ്യുന്നു, സെയിൽ കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ വളർച്ചയ്ക്കോ ഒക്കെ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ അതൊരു ഫേക്ക് അസറ്റാണ്, ട്രൂ ആയിട്ടുള്ള ഒരു അസറ്റ് അല്ല. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും ഒക്കെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ലോസ് സംഭവിച്ച അക്കൗണ്ടുകളെല്ലാം ക്രെഡിറ്റും ചെയ്യണം. അപ്പം എങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്റ്റീഷ്യസ് അസറ്റ്. ഏത് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണോ ആ അസറ്റിൻ്റെ പേര് അവിടെ എഴുതിയാൽ മതി. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രീപെയ്ഡ്, പ്രിലിമിനറി എക്സ്പെൻസ് ആണെങ്കിൽ പ്രിലിമിനറി, അങ്ങനെ ഏത് അസറ്റാണോ അത്. അപ്പം ഇത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്, അതുപോലെ തന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ്, P&L ഡെബിറ്റ് ബാലൻസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതായത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അത് കുറയുന്നതായിട്ട് വരണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഫോർ ട്രാൻസ്ഫറിങ് ഓൾ പ്രൊവിഷൻസ് എഗനസ്റ്റ് അസറ്റ്സ്. അതായത് അസറ്റ്സിന് വെച്ചിട്ടുള്ള നമ്മൾ പ്രൊവിഷൻസ്, അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് പ്രൊവിഷൻ എന്ന വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതുക അതൊരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസാണ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ഈ പ്രൊവിഷൻ എന്ന ലയബിലിറ്റി ക്ലോസ് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റിക്ക് ഇതെല്ലാം ഈ പ്രൊവിഷൻസ് എന്ന ലയബിലിറ്റിയാണ്, അതിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് ചെയ്യണം. ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന നമ്മുടെ ബാഡ് ഡെറ്റ് എന്തെങ്കിലും വന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് അല്ലേ, അപ്പോൾ അത് നമ്മുടെ ലയബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്തരം ലയബിലിറ്റീസിന് എന്ത് ചെയ്യണം? ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ആ ലയബിലിറ്റി ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റീസിനെ എല്ലാം നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ ലയബിലിറ്റീസിനെ എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി കൊടുക്കേണ്ടത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, അതുപോലെ ഏത് പ്രൊവിഷൻ ഉണ്ടെങ്കിലും ആ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നെഴുതണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. അതായത് നമ്മുടെ അസറ്റൊക്കെ മാറ്റി അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞില്ല കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരും,
ഇപ്പം ബിൽഡിങ് വിൽക്കണം, അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പെൻസ് വരും. അത്തരത്തിലുള്ള റിയലൈസേഷൻ്റെ എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യാൻ പോവുകയാണ്. റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യാൻ പോകണം. അത് വിവിധ കേസുകളായിട്ട് ഫെയിം ചെയ്യുന്ന പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, പാർട്ണർ ചെയ്യുന്ന പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അങ്ങനെയുള്ള വിവിധ കേസുകളുണ്ട്. അപ്പം അതിനകത്ത് ആദ്യമായ എക്സ്പെൻസ് പേ ചെയ്യുന്നത് ഫെയിം ആണ് എങ്കിൽ, റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്നത് ഫെയിം ആണ് എങ്കിൽ പാർട്ണർക്ക് പൈസ കൊടുക്കണം. ഫെയിം പെയ്ഡ് ബൈ ദ ഫേം, റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യുന്നത് ആരാണെങ്കിലോ ഫേം ആണ് എങ്കിൽ, അതായത് പേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, എൻട്രി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അല്ലേ, നമ്മുടെ ഫെയിം ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പം നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എൻട്രി വരേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. അതായത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ്, അല്ല ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെന്ന് എഴുതും? ബാങ്ക് എന്ന് എഴുതും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസുകളെ ഫെയിം നമ്മൾ സെറ്റിൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. റിയലൈസേഷൻ എക്സ്പെൻസ് ഫെയിം കൊടുത്ത് തീർക്കുമ്പോൾ കൊടുക്കുന്ന എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് പെയ്ഡ് ബൈ ദി പാർട്ട്ണർ ഓൺ ബിഹാഫ് ഓഫ് ദ ഫെയിം. ഫെയിമിന് വേണ്ടിയിട്ട് ഈ എക്സ്പെൻസ് ആര് പേ ചെയ്യുന്നു? പാർട്ട്ണർ പേ ചെയ്യുകയാണെങ്കിൽ, പാർട്ട്ണർ, അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്ണർ പേ ചെയ്തെന്നാൽ അത് പാർട്ട്ണറുടെ മാത്രം ബാധ്യതയൊന്നും അല്ലല്ലോ. അപ്പോൾ ആ പൈസ പാർട്ട്ണർക്ക് കൊടുക്കണം. അതായത് പാർട്ട്ണർ ഇപ്പം തൽക്കാലം പാർട്ട്ണറാണ് കൊടുത്തേക്കുന്നത് റിയലൈസേഷൻ്റെ എക്സ്പെൻസ്. അങ്ങനെ ഒരാൾ മാത്രമായിട്ട് റിയലൈസേഷൻ്റെ എക്സ്പെൻസ് വഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ തുക ഫെയിമിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദി പാർട്ട്ണർ ഓൺ ബിഹാഫ് ഓഫ് ദ ഫെയിം എന്ന് വരുമ്പോൾ അപ്പോൾ അവിടെ പാർട്ട്ണർക്ക് നമ്മൾ പൈസ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതായത് അപ്പോൾ എങ്ങനെ വരണം? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്രയും തുക ക്രെഡിറ്റ് വരണം. അപ്പം പാർട്ട്ണർ കൊടുത്തു, ആ കൊടുത്ത പൈസ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫെയിമിൽ നിന്ന് കൊടുക്കാൻ പോവുകയാണ്. ഫെയിമിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് അത്ര എമൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വരണം. അപ്പോൾ എങ്ങനെ എൻട്രി എഴുതണം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് വരാൻ കാരണം എന്താ? ഈ എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഡെബിറ്റ് ചെയ്തു. അത്രയും തുക നമ്മൾ എങ്ങോട്ടും കൊടുക്കണം? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്നോളൂല്ലോ. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് എന്നും വരും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് വെൻ എ പാർട്ട്ണർ ഹാസ് എഗ്രീഡ് ടു അണ്ടർടേക്ക് ഡിസൊല്യൂഷൻ വർക്ക് ഫോർ ആൻ എഗ്രീഡ് റെമ്യൂണറേഷൻ ആൻഡ് ഹി ബെയേഴ്സ് ഓൾ ദ റിയലൈസേഷൻ എക്സ്പെൻസ്. അതായത് ഇവിടെ പാർട്ട്ണർ ഏറ്റെടുക്കുകയാണ്, ഡിസൊല്യൂഷൻ വർക്ക് ഏറ്റെടുക്കുകയാണ്, ഒരു എഗ്രീഡ് റെമ്യൂണറേഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു തുക അയാൾ പറയുകയും ചെയ്യുന്നു. എത്ര രൂപ കൊടുക്കണമെന്ന് റെമ്യൂണറേഷനും പറയുന്നു. എല്ലാ റിയലൈസേഷൻ എക്സ്പെൻസും അയാളാണ് വഹിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പാർട്ട്ണർ ഡിസൊല്യൂഷൻ വർക്കെല്ലാം ഏറ്റെടുക്കുന്നു, ഒരു എഗ്രീഡ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എല്ലാ റിയലൈസേഷൻ എക്സ്പെൻസുകളും അതുകൊണ്ട് അയാൾ തന്നെയാണ് വഹിക്കുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെ പല കേസിൽ വരാം. ഇങ്ങനെ പാർട്ണർ ഏറ്റെടുത്തു, പക്ഷേ ഇഫ് പേയ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് ഇസ് മെയ്ഡ് ബൈ ദ ഫേം. ഇങ്ങനെ പാർട്ണർ പറഞ്ഞു എങ്കിലും പേയ്മെൻറ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തത് ഫേമിൽ നിന്നാണ് എങ്കിൽ, അതായത് പാർട്ണർ കൊടുത്തില്ല, പകരം ഫേമിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതെന്നാന്ന് വെച്ചെന്നാൽ പുള്ളി ആദ്യമേ തന്നെ എന്ത് ചെയ്തു? എഗ്രീഡ് റെമ്യൂണറേഷന് പറഞ്ഞ എല്ലാം അയാൾക്ക് കൊടുത്തേക്കുവാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല? റിയലൈസേഷൻ്റെ എക്സ്പെൻസ് കൊടുത്തില്ല, ഫെയിം കൊടുക്കേണ്ട വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഫെയിം കൊടുത്ത പൈസ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തോളണം? കുറച്ചോളണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് ഒരു പാർട്ട്ണർ, എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ, അയാൾ റിയലൈസേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കി ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു തുകയും മേടിച്ചു. എല്ലാ കാര്യങ്ങളും റിയലൈസേഷൻ എക്സ്പെൻസും എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നോളാം എന്നും പറഞ്ഞ് അയാൾ അത് മേടിച്ച് പൈസ റെമ്യൂണറേഷൻ മേടിച്ചു. പക്ഷേ
ഫേമിൽ നിന്നാണ് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തത്. മനസ്സിലായോ? ഫേമിൽ നിന്ന് കൊടുത്തപ്പോൾ പിന്നെ അയാൾക്ക് ചുമ്മാതെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതായത് അത്രയും എമൗണ്ട് ഫേം കൊടുത്ത റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ എങ്ങനെ എൻട്രി വരേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് എന്ന് വരണം. മനസ്സിലായില്ലേ? അതൊരു കേസ്. ഇനി ഇഫ് പാർട്ട്ണർ ഹിംസെൽഫ് പേയ്സ് ദ റിയലൈസേഷൻ എക്സ്പെൻസ്, ഇനി പാർട്ട്ണർ തന്നെയാണ് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നവും. അവിടെ നമ്മൾ എൻട്രി എഴുതണ്ട. റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്ണർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം അത് അയാൾ കൊടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഒരു എൻട്രിയും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ എഗ്രീഡ് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ, ഫോർ എഗ്രീഡ് റെമ്യൂണറേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? അത്രയും തുക അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണം. അപ്പോൾ എങ്ങനെ എൻട്രി വരണം? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമ്മൾ ഒരു തുക റെമ്യൂണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് കൊടുക്കുന്ന എൻട്രിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് റെമ്യൂണറേഷൻ അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എൻട്രീസ്. ഇനി അടുത്തത് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ട് പൂർത്തിയായി. ഇനി നമ്മളിത് ടോട്ടലി ചെയ്യുന്നു. ടോട്ടലി ചെയ്യുമ്പോൾ ഒന്നുകിൽ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇനി ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇത് പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കുമല്ലോ. ഇനി അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? നമുക്കറിയാം. ഇപ്പം നമ്മൾ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് ചെയ്യില്ലേ ചെയ്യേണ്ടത്? അയാളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന പൈസയാണ് ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എൻട്രി എഴുതണം? പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓരോ പാർട്ണർക്കും ആ ലാഭം അവരുടെ അനുപാതത്തിൽ വീതിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറയണം. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് വരണം? ഡെബിറ്റ് ബാലൻസ് വരണം. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു റിയലൈസേഷൻ എന്ന് കൊടുക്കണം. അപ്പോൾ ആ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ടിലെ എല്ലാ കാര്യങ്ങളും എഴുതിയ ശേഷം നമ്മൾ ടോട്ടൽ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഒരു കേസും കൂടി, ഒരു കാര്യം കൂടിയേ ഉള്ളൂ. ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോൾ, ഒന്ന്, ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ് ഹി ബ്രിങ്സ് ഇൻ ദ നെസസറി ക്യാഷ്. നമ്മൾ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പോകണം. ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ച് നമ്മൾ അതിനകത്ത് എഴുതേണ്ടതെല്ലാം നമ്മൾ എഴുതി. ഇനി അത് നമ്മൾ ടോട്ടൽ ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ് എങ്കിൽ, എന്ന് വെച്ചാൽ എന്താ? കമ്മിയാണ്, തുക കുറവാണ് അല്ലേ? ഹി ബ്രിങ്സ് ദ നെസസറി ക്യാഷ്. എന്ത് ചെയ്യണം? ആ പാർട്ണർ ബാക്കി കുറവുള്ള തുക എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോൾ വരുന്ന എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫേമിലേക്ക് പാർട്ണർ പൈസ കൊണ്ടുവരികയാണ്, കുറവുള്ള തുക. അപ്പം ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, അതായത് the balance is paid to the partner whose capital account shows a credit balance and the following entry is recorded. അതായത് അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും പാർട്ണറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇനി കൊടുക്കേണ്ട എൻട്രിയാണ്. അതായത് അവിടെ എമൗണ്ട് കൂടുതൽ കിടക്കുവാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് കൊടുക്കണം? ടു ബാങ്ക്. അതോ അത്രയും എമൗണ്ട് പാർട്ണർക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് അല്ലേ? അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പം നമ്മുടെ ഫേമിൽ നിന്ന് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പം പാർട്ണറുടെ, അതായത് പാർട്ണർ അയാൾക്ക് ആ പൈസ എടുത്തുകൊണ്ട് പോകാം, എക്സസ് കിടക്കുന്നതാണ്, ക്രെഡിറ്റ് കിടക്കുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ അത് ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഫൈനലി പേയബിൾ ടു ദ പാർട്ട്നേഴ്സ് മസ്റ്റ് ഈക്വൽ ടു ദ എമൗണ്ട് അവൈലബിൾ ഇൻ ബാങ്ക് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. അതായത് നമ്മളിതെല്ലാം ടോട്ടൽ ഇതെല്ലാം ചെയ്ത് സെറ്റിൽമെൻറ്റ് നടത്തി കഴിയുമ്പോൾ
അവസാനം പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിന് തുല്യമായിട്ട് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തു നമ്മൾ സെറ്റിലായി എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ഫെയിം ആർ ക്ലോസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷൻ്റെ കേസിൽ നമ്മളെല്ലാ അക്കൗണ്ട്സും സെറ്റിൽ ചെയ്തു, ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. അതായത് ഫൈനലി പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഓർ ബാങ്കിൽ കിടക്കുന്ന എമൗണ്ടും എന്തായി വരണം? ടാലി ആയിട്ട് വരണം, ഈക്വലായിട്ട് വരണം. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു. ഫെയിം ക്ലോസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും സെറ്റിൽ ചെയ്യുന്നു അതോടുകൂടി. ഇങ്ങനെയാണ് ഡിസൊല്യൂഷൻ്റെ സമയത്തെ ജേർണൽ എൻട്രീസ് എല്ലാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.